നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. ചാലിശ്ശേരി കൗക്കോട് ശ്രീ കുളത്താണി വിഷ്ണു ശാസ്താ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഇന്ന് ആഘോഷിക്കും. രാവിലെ 4-ന് നട തുറന്നു. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി മംഗലത്ത് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പട്ടിശ്ശേരി കൃഷ്ണകൃപാ സംഘത്തിന്റെ തിരുവാതിരക്കളി, നടക്കൽ പറവെപ്പും ഉണ്ടായി. ഉച്ചയ്ക്ക് 3-ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. വാദ്യകലാകാരന്മാരായ കൗക്കോട് മണി, തിച്ചൂർ സുധി, വരവൂർ അപ്പു, ആലങ്കോട് വേണു, കടവല്ലൂർ മോഹനൻ എന്നിവരുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യവും, മേളത്തിൽ ആലിക്കര ഉണ്ണികൃഷ്ണനും നേതൃത്വം നൽകും. ഗജവീരൻ വടക്കുനാഥൻ ശിവൻ ദേവിയുടെ തിടമ്പേറ്റും. തുടർന്ന് 13ഓളം ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തും. രാത്രിയിൽ ദീപാരാധന, ചുറ്റുവിളക്ക്, ആലിക്കര ഗൗരിദാസിന്റെ തായമ്പക എന്നിവ അരങ്ങേറും. ശേഷം കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവയും നടക്കും. രാത്രി 8-ന് കമ്പനിപ്പടി പൂരാഘോഷ കമ്മിറ്റിയുടെ ഗാനമേളയും അരങ്ങേറും. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക് താലത്തോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പൂരാഘോഷത്തിന് കുളത്താണി ദേവസ്വം പ്രസിഡന്റ് കെ ശങ്കരൻ നായർ, സെക്രട്ടറി കെ രവീന്ദ്രൻ, ട്രഷറർ ഗോവിന്ദൻ നായർ എന്നിവരടങ്ങുന്ന ദേവസ്വം കമ്മിറ്റി നേതൃത്വം നൽകും. ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തിഗാന മാധുര്യവുമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ഭക്തി നിറവിൽ ഗാനസമർപ്പണം ഹൃദയത്തിലേറ്റുവാങ്ങി ഭക്തസഹസ്രങ്ങൾ. ഗണപതി സ്തുതിയോടെ തുടങ്ങിയ ഗാനസന്ധ്യയിൽ KS ചിത്ര കൂടുതലും പാടിയത് കൃഷ്ണഭക്തിഗാനങ്ങളാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓർക്കസ്ട്ര ഒരുക്കിയത്. ആയിരങ്ങളാണ് ഗാനമേള ആസ്വദിക്കാനെത്തിയത്. ഭക്തിഗാനമേള സമർപ്പണത്തിനെത്തിയ KS ചിത്രയെ ദേവസ്വം ആദരിച്ചു. ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിലവിളക്ക് ഉപഹാരമായി സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ പൊന്നാട അണിയിച്ചു. ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ KP സജിത്ത്, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ T രാധിക, അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ, PRO വിമൽ ജി നാഥ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന പുതിയ നാടകമായ ഒറ്റക്കാളയുടെ ടൈറ്റിൽ പ്രകാശനം നടന്നു. പ്രേക്ഷക പ്രശംസ നേടിയ വ്യത്യസ്തമായ നാടകാവതരണമായ ശങ്കരേട്ടന്റെ വെളിപാടുകൾക്ക് ശേഷം ഒട്ടേറെ പുതുമകളോടെ ഒരുക്കുന്ന ഒറ്റക്കാള നാടകത്തിന്റെ പോസ്റ്റർ റിലീസ് പ്രശസ്ത ചലച്ചിത്ര നടൻ ഇർഷാദ് നിർവഹിച്ചു. ലോക നാടക ദിനമായ മാർച്ച് 27-ന് ആദ്യ അവതരണത്തിനൊരുങ്ങുന്ന നാടകം സംവിധാനം ചെയ്യുന്നത് പ്രദീപ് നാരായണനാണ്. പ്രശസ്ത എഴുത്തുകാരനായ മുസ്തഫ പെരുമ്പറമ്പത്ത് എഴുതിയ ജ്യോതിർഗമയ, പ്രദീപ് നാരായണൻ എഴുതിയ സുലോചനയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്നീ ചെറുകഥകളും കുറച്ച് നാട്ടുവിശേഷങ്ങളും ചേർത്താണ് ഒറ്റക്കാള ഒരുക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള 50ഓളം നാടകങ്ങൾ 2014 മുതൽ രംഗത്തെത്തിച്ച് അമേച്ചർ നാടകരംഗത്ത് സജീവ സാന്നിധ്യമായ ഈ നാടകസംഘത്തിന്റെ ഏറ്റവും പുതിയ നാടകത്തിന്റെ രചന പ്രശസ്ത നാടകകൃത്ത് സജീവൻ പ്രദീപൻ നിർവഹിച്ചിരിക്കുന്നു. പ്രഗത്ഭരായ നാടകപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശീലന കളരികളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നിരന്തരമായി സംഘടിപ്പിക്കുന്ന ഈ നാടക സംഘത്തിന് സാംസ്കാരിക പ്രവർത്തകനായ രാജൻ പുഷ്പാഞ്ജലിയാണ് നേതൃത്വം നൽകുന്നത്. ഈ പ്രദേശത്തെ 20ഓളം നാടകപ്രവർത്തകർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നു.
പശ്ചാത്തല സംഗീതം ശ്രീനു പെരുമ്പിലാവ്, ലൈറ്റ്സ് സുരേന്ദ്രൻ തില്ലാന, മ്യൂസിക് എക്സിക്യൂഷൻ അൻസാർ അബ്ബാസ്, ആർട്ടിസ്റ്റ് കോർഡിനേഷൻ സുനിൽ ചന്ദ്രൻ, ഓഫീസ് നിർവഹണം സത്യൻ കണ്ടാണശ്ശേരി എന്നിവരാണ് നാടകത്തിന്റെ പ്രധാന അണിയറ പ്രവർത്തകർ. CPIM പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇറാൻ-US ഇസ്രായേൽ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനിയൊരു യുദ്ധം വേണ്ട, സ്റ്റോപ്പ് വാർ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമാധാനത്തിനായി CPIM പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാമ ബസാറിൽ നടന്ന കൂട്ടായ്മ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CV സുരേഷ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MA ഷാജി, PK നൌഫൽ, ബിന്ദു, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഇറാന് നേരെയുള്ള അന്യായ യുദ്ധങ്ങൾക്കെതിരെ വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി ടൗണിൽ നൈറ്റ് മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ ഉദ്ഘാടനം ചെയ്തു. US ഇസ്രായേൽ കൂട്ടുകെട്ടിലൂടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും ലോകത്തിന്റെ മൗനം വലിയ അപകടമാണെന്നും മാനവികതയുടെ പിന്തുണ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി റഖീബ് തറയിൽ അധ്യക്ഷത വഹിച്ചു. ഉമൈറ KS, PB ആരിഫ്, EA റഷീദ്, ഹംസ എളനാട് എന്നിവർ സംസാരിച്ചു. റഫീഖ് PH, ഷമീറ നാസർ, സുലൈഖ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൗസിൽ ചർച്ചാവേദി സംഘടിപ്പിച്ചു. ആഗോള അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ ചേരുന്നതിനുള്ള നിബന്ധനയായ ബയത്തിന്റെ നിബന്ധന എന്ന വിഷയത്തിലായിരുന്നു ചർച്ച സംഘടിപ്പിച്ചത്. ഇമാം മഹദി ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെ ക്രോഡീകരിച്ചുകൊണ്ട് നിർമ്മിച്ച 10 നിബന്ധനകളിലെ ആദ്യത്തെ 3 എണ്ണത്തെ കേന്ദ്രീകരിച്ച ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ആളൂർ അഹമ്മദിയ മിഷണറിയായ മൗലവി ഗുലാം അഹമ്മദിന്റെ നേതൃത്വത്തിൽ അദ്ഹർ അഹമ്മദിന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച ചർച്ചാവേദിയിൽ ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, വയോജന സംഘടനാ പ്രസിഡന്റ് അബ്ബാസ്, യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ് എന്നിവരടങ്ങിയ ചർച്ചാ പാനൽ അംഗങ്ങൾ സദസ്യരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകി. ചരമം ചൊവ്വന്നൂർ എട്ടംപുറം മണ്ടുംപാല വീട്ടിൽ ജോസ് നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ഫിലോമിന ഭാര്യയും ജോഫി, ജോസി, സിസ്റ്റർ ജെറീന എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ചെറുതുരുത്തി കോടത്തൂർ വീട്ടിൽ ലീല നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11:30 വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ കേശവൻ ഭർത്താവും ഷാജൻ, സതീശൻ, ശൈലജ, ഷീജ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.